Maiva Silks, Kasargod, Kanyanad, Mangalore. ഇന്ത്യയിൽ സംഘപരിവാർ മനുഷ്യരെ തല്ലിക്കൊല്ലുന്നതിനെതിരെ സമർപ്പിച്ച റിപ്പോർട്ട് സ്വീകരിച്ച ഐക്യരാഷ്ട്രസഭ ജാർഖണ്ഡിൽ തബ്രീസ് അൻസാരിയെ തല്ലിക്കൊന്ന സംഭവത്തിന്റെ വിശദാംശങ്ങൾ തേടി. ഗുജറാത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാങ്കേത് ഗോഖലെ ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പരാതി പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഘപരിവാർ മനുഷ്യരെ തല്ലിക്കൊല്ലുന്നത് തുടരുകയും ബി.ജെ.പി. സർക്കാർ മൗനാനുവാദം നൽകുകയും ചെയ്യുന്നത് തടയാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളും മോദി സർക്കാരിന്റെ നിയന്ത്രണത്തിലാകുകയും രാജ്യത്ത് നീതി ലഭിക്കില്ലെന്ന വിശ്വാസം ഉടലെടുക്കുകയും ചെയ്യുമ്പോൾ ഇനിയും ആരെയും കാത്തുനിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് വ്യക്തമാക്കിയാണ് ജാർഖണ്ഡിൽ തബ്രീസ് അൻസാരിയെ തല്ലിക്കൊന്നതിനെതിരായ പരാതി ന്യൂനപക്ഷ വിഷയങ്ങൾക്കായുള്ള UN പ്രത്യേക പ്രതിനിധിക്ക് സാങ്കേത് സമർപ്പിച്ചത്. അന്വേഷണത്തിന് ആവശ്യമായ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി ഇന്ത്യൻ സർക്കാരിന് അയക്കുന്ന കത്തിൽ തബ്രീസ് അൻസാരിയുടെ പേര് പരാമർശിക്കുന്നതിന് കുടുംബത്തിന്റെ അനുമതി തേടുകയും ചെയ്തു. തബ്രീസ് അൻസാരിയെ തല്ലിക്കൊന്ന സംഭവം സവിസ്താരം പ്രതിപാദിച്ച റിപ്പോർട്ടിൽ പോലീസിനും ഭരണകൂടത്തിനും കൊലയിലെ പങ്കാളിത്തവും വിവരിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ജനീവയിലെ ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയ്ക്കും സാങ്കേത് അയച്ചു കൊടുത്തിട്ടുണ്ട്. കൊലകളോട് അനുകൂല സമീപനം സ്വീകരിച്ച് കേന്ദ്ര മന്ത്രിമാർ പോലും പ്രതികൾക്ക് ഹാരമണിയിക്കുകയാണെന്ന് സാങ്കേത് വ്യക്തമാക്കി. തബ്രീസ് അൻസാരിയെ തല്ലിക്കൊന്ന പപ്പു മണ്ഡൽ BJP പ്രവർത്തകനാണ്. രാജ്യത്തെ നിയമവാഴ്ചയെ മാനിക്കാൻ BJP സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അന്തർദേശീയ വേദികൾക്ക് മുന്നിൽ മറുപടി പറയാൻ അവരെ നിർബന്ധമായും ബാധ്യസ്ഥരാക്കുകയല്ലാതെ വഴിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയതിനെതിരെ സാങ്കേത് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.